Hi friends, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ മിനി റോസസ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള റോസസ് ആണ്. റോസ് ഫ്ലവർ തന്നെ വലിയൊരു റോസ് ഫ്ലവറിന്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരെ അത് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, മേളിലും ഐക്കാർട്ടിലും കൊടുക്കാം. അതായത് മിനി റോസസ് ആണെങ്കിൽ വളരെ ഈസിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് ക്ലിപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാം. ക്ലിപ്പൊക്കെ ഇതിൽ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡ്രസ്സസിലൊക്കെ വെക്കാം. എങ്ങനെയാണ് മിനി റോസസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് 3.5 mm ക്രോഷേ ഹുക്കാണ്. പിന്നെ ഒരു യാൺ നീഡിലും സിസറും ആണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ യൂസ് ചെയ്യുന്നത് ഏത് യാൺ വേണം എങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കുറേ യാണൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഇതിന് കുറച്ച് യാൺ മതി. അപ്പോൾ ബാക്കി എന്തെങ്കിലും യാണൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അക്രിലിക് യാണാണ്. ഒരു റോസ് കളറിലുള്ള അക്രിലിക് യാണാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഞാൻ ഈ സെയിം വെച്ചിട്ടാണ്. അപ്പം ഇതാണ് യാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പം കാണിച്ചു തരാൻ പോകുന്നത്. ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ക്രോഷേ ഹുക്കും യൂസ് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ടിൻ്റെയും പിന്നെ അതുപോലെ ക്രോഷയുടെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലേൺ ബിഗിനേഴ്സ് കോഴ്സ് എന്ന് പറയുന്നിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് പോയി കാണുക, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. അതിനുശേഷം ഒരു 10 ചെയിൻ ചെയ്യുവാണ്. 1 2 3 4 5 6 7 8 9 10. നമ്മൾ 10 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ ചെയിനിൽ നമ്മൾ ചെയ്യുന്നില്ല, രണ്ടാമത്തെ ചെയിൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹുക്കിൽ നിന്നും രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതായത് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് 2 ലൂപ്പിൽ കൂടെ ഇറക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. ഇനി അടുത്ത 2 സ്റ്റിച്ചസിൽ കൂടി സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ഒരു സ്റ്റിച്ചിൽ കൂടെ, അതായത് ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, പിന്നെ അടുത്ത 2 സ്റ്റിച്ചിൽ കൂടി സിംഗിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ അതായത് 3 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത 3 സ്റ്റിച്ചിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് അടുത്ത സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ. ഹാഫ് ഡബിൾ ക്രോഷയ്ക്കിൽ നമ്മൾ 3 ലൂപ്പിൽ കൂടിയാണ് ഇറക്കുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനിയും ആ ചെയ്ത സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷയും കൂടെ ചെയ്യുക. അതായത് യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആ 3 ലൂപ്പിലും കൂടി ഇറക്കുക. ഇപ്പം നമ്മൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇനിയും ബാക്കിയുള്ള 2 സ്റ്റിച്ചിലും കൂടി 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. അതായത് അടുത്ത സ്റ്റിച്ചിൽ യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇറക്കുക. അപ്പോൾ 3 എണ്ണം ഉണ്ടാവും. 3 ലൂപ്പിൽ കൂടി ഇറക്കുക. ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു. ഇനിയും ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒന്നുകൂടെ ചെയ്യുക. അപ്പം ഈ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലും കൂടി 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയ്തു. ഇനിയും ബാക്കിയുള്ളത് 3 സ്റ്റിച്ചാണ്. അടുത്ത 3 സ്റ്റിച്ചാണ് ബാക്കിയുള്ളത്. ഇനി ഈ അടുത്ത 3 സ്റ്റിച്ചിൽ ഓരോ സ്റ്റിച്ചിലും നമ്മൾ 3 ഡബിൾ ക്രോഷേ വീതമാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷേ ചെയ്യുന്ന യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ഇറക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും അടുത്ത 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്താണ് ഒരു ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ഈ സ്റ്റിച്ചിൽ തന്നെ 2 എണ്ണം കൂടെ ചെയ്യും. മൊത്തം 3 എണ്ണം. രണ്ടാമത്തെ ചെയ്തു. ഇനി മൂന്നാമത്തേത്. ഇതേപോലെ തന്നെ ബാക്കി 2 സ്റ്റിച്ചിലും കൂടി 3 ഡബിൾ ക്രോഷേ വീതം ചെയ്യുക. 1 2 3. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലും ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്കൊരു ചെയിൻ ഇട്ടിട്ട് കട്ട് ചെയ്യാം. തയ്ച്ച് വെക്കാനായിട്ട് ആവശ്യമുള്ള നൂലിട്ടിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ചെയ്തത് ആദ്യം 10 ചെയിൻ ഇട്ടു. എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിൽ നിന്ന് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. പിന്നെ ബാക്കി 2 സ്റ്റിച്ച്, അതായത് മൊത്തം 3 എണ്ണത്തിൽ സിംഗിൾ ക്രോഷേ ചെയ്തു. ബാക്കി അടുത്ത 3 എണ്ണത്തിൽ ഓരോ സ്റ്റിച്ചിലും ഹാഫ് ഡബിൾ ക്രോഷേ വീതം 2 ഹാഫ് ഡബിൾ ക്രോഷേ വീതം ചെയ്തു 3 എണ്ണത്തിൽ. പിന്നെ ലാസ്റ്റ് 3 ചെയിനിൽ ഓരോ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷേ വീതം ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയില്ലേ, സിംഗിൾ ക്രോഷേ ചെയ്തണം തൊട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. ഇപ്പം നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും.
എന്നിട്ട് ഈ ബാക്കിയുള്ളത് തയ്ച്ച് വയ്ക്കുക. ഒന്ന് നന്നായിട്ട് പോവാത്ത പോലെ തയ്ച്ച് വയ്ക്കുക. ആ ഷേപ്പ് പോവാത്ത പോലെ വേണം തയ്ച്ച് വയ്ക്കാൻ. ഓക്കെ, ഇത്രയും ചെയ്യുക. അതിനുശേഷം ഈ ലാസ്റ്റത്തെ കിടക്കുന്ന യാണും കൂടി വെച്ച് രണ്ടും കൂടി അങ്ങ് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുക. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് എക്സ്ട്രാ വരുന്ന യാണങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള മിനി റോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ ബൈ.